സോണിച്ച എന്താണ് മാർപ്പാപ്പിനൊക്കെ പോയി സുഖം സുഖം. ശരി, യൂറോപ്പിൽ പോയില്ലേ? ശരി, ഈ കാര്യത്തെ കുറിച്ച് പറയാൻ കുറെ പേര് റിക്വസ്റ്റ് ചെയ്യും. യൂറോപ്സ് ബെസ്റ്റ് എക്സ്പീരിയൻസ്. യൂറോപ്പിലുണ്ടായിട്ടുള്ള ബെസ്റ്റ് എക്സ്പീരിയൻസ് പറയാം. അത് കറക്റ്റാ. എനിക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്ഥലങ്ങൾ കാണില്ല, അല്ലെങ്കിൽ പ്രധാനമായിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പറയാൻ എനിക്ക് കുറച്ചുകൂടി എനിക്ക് ടച്ചിങ് ആയിട്ട് തോന്നുന്നത്. അവിടെ ഞങ്ങള് ഒരു ദിവസം ഞായറാഴ്ചയാണ് ഞാനും വൈഫും പിന്നെ എന്റെ വൈഫിന്റെ കസിൻ ഉണ്ട്, അവരും കൂടിയിട്ട് ഞങ്ങളിങ്ങനെ യാത്ര തുടങ്ങണം. അപ്പൊ നമ്മുടെ ഇത്തലോ എന്ന് പറഞ്ഞ ട്രെയിൻ ഉണ്ട് അവിടെ, ഹൈ സ്പീഡ് ട്രെയിൻ ആണ്. അത് 300 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ട്രെയിൻ, അപ്പുറത്തുള്ള സാധനം. അപ്പൊ അതിൽ കയറാനുള്ള ഒരു ത്രില്ലിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പൊ ഞങ്ങൾ പക്ഷെ നേരത്തെ ഇറങ്ങി, കാരണം അതിൽ കയറാനുള്ള ഒരു ത്രില്ലില്. പക്ഷെ നിർഭാഗ്യവശം എന്താണെന്ന് വെച്ചാല് ഞങ്ങൾ എത്തിയിട്ട് ഒറ്റ ബസ് പോലും വന്നില്ല. കാരണം നമ്മുടെ ഭാഗ്യം അത്രയ്ക്ക് ഭാഗ്യത്തിലാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പൊ നമ്മുടെ കസിൻ പറഞ്ഞു അതൊന്നൊരു വിഷയമുള്ള കേസല്ല, ഇത് ഇറ്റലിയാണ്, നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് കാറ് വിളിക്കാം. ഒന്ന് കാറ് വിളിക്കുക, സാധനം കയറണ്ടേ, സമയമായി തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞു. അതൊന്നും വിഷയമില്ല, ഞാൻ ഇപ്പൊ സെറ്റ് ആക്കാൻ പറഞ്ഞു. അങ്ങനെ ഫോൺ എടുത്ത് ആള് നോക്കിയപ്പോ ഒറ്റ കാറില്ല. വീണ്ടും നമ്മുടെ ഭാഗ്യം കൂടുതലാണ്. അതെ അതെ. അപ്പൊ ഞങ്ങളുടെ ഡ്രീം ആയിട്ടുള്ള സ്വിറ്റ്സർലാൻഡാണ് ഞങ്ങളുടെ ലക്ഷ്യം. സ്വിറ്റ്സർലാൻഡിലേക്കാണ് പോണത്. പക്ഷെ തുടക്കം ഇന്നത്തെ യാത്ര ടെർമിനലിൽ നിന്ന് പാതുവേലിക്കാണ്, ആ സ്ഥലത്തേക്ക്. അവിടേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പൊ ഇത്തളയിൽ കയറണം. അപ്പൊ കാറും ഇല്ല, ബസ്സും ഇല്ല. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ നാട്ടിൽ ചെയ്യണ പോലെ പറഞ്ഞ കാറുകൾക്ക് കൈ കാണിച്ചു തുടങ്ങി, ലിഫ്റ്റ് അടിക്കണ പരിപാടി, വെൽഡ് ചെയ്യാ. അപ്പൊ എന്നോട് അവിടുത്തെ നമ്മുടെ കസിൻ പറഞ്ഞു ഇവിടെ അതൊന്നും നടക്കില്ല, ഇവിടെ നമുക്കിത് ബുക്ക് ചെയ്യണം, ബുക്ക് ചെയ്താൽ മാത്രമേ ഡ്രൈവർ കാർ നിർത്തുള്ളൂ. ടാക്സി അല്ലേ, നിർത്തിക്കൂടെ അവർക്ക്, അത് നിർത്തിയോണ്ട് കുഴപ്പമില്ല, പക്ഷെ ഇവിടെ നിർത്തില്ല. അപ്പൊ ആരും നിങ്ങൾക്ക് പ്രാന്തണ്ട, കൈ കാണിച്ചിട്ട് ഇങ്ങനെ ആൾക്കാരെ നാണക്കേടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ നാണക്കേട്, നമുക്ക് പൂലല്ല ആവശ്യം, 5 മണി കൈ കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ കിട്ടില്ല, കിട്ടിയത് ലാഭം എന്നുള്ള രീതി ഞാൻ കൈ കാണിച്ചു. ഞാൻ തുടർന്നു, നാണക്കേടൊക്കെ തോന്നി, നമ്മള് കണ്ടിന്യൂ ചെയ്തു. ഭാഗ്യത്തിനെന്ന് പറയണല്ലോ, ഒരു ഡ്രൈവർ കുറച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയിട്ട് ടാക്സി നിർത്തി. അപ്പൊ ഭാഗ്യമുണ്ട്, അത് നിർത്തി, നമ്മൾ കയ്യാൻ ചെയ്ത് നിർത്തി. അപ്പൊ ഓടിച്ച് നിങ്ങൾ കയറി. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് സംഭവം എങ്ങനെയൊക്കെ എത്തിപ്പിടിച്ച് സ്ഥലത്തെത്തി. അപ്പൊ ഞങ്ങളുടെ കസിന് ഡ്രൈവറോട് ചോദിച്ചു എന്താ സാധാരണ നിർത്താൻ പാടില്ല, നിങ്ങൾ എന്താ നിർത്തി? അപ്പോഴാണ് ട്വിസ്റ്റ്. അതായത് ഈ ഡ്രൈവർ നമ്മുടെ യോഗയുടെ ആരാധകനാണ്. അങ്ങനെ നമ്മുടെ ഇന്ത്യക്കാരൻ്റെ, അങ്ങനെ യോഗ കാരണം നമ്മുടെ ഇന്ത്യക്കാരായ കാരണം നമുക്ക് ആ ടാക്സി കിട്ടി. യോഗ കാരണം യോഗ ഉണ്ടായി, ഇന്ത്യക്കാരനായ കാരണം വണ്ടി നിർത്തി. അങ്ങനെ അത് അതെ അതെ അതെ. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളെ ടെക്നിക്കൽ വിജയിച്ചു എന്ന് സന്തോഷത്തിൽ ഞാൻ ഇരിക്കുക. ഭാര്യ പറയാ യോഗ കാരണം നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ എനിക്കുണ്ടായൊരു ദേഷ്യം അത് കൂടുതലാണ്.